ചിതറിപ്പോയതിനെ വിളക്കിയെടുക്കാൻ വേണ്ടി, പൊട്ടിപ്പോയതിനെ വിളക്കിയെടുക്കാൻ വേണ്ടി, ചിതറിപ്പോയതിനെ ശേഖരിക്കാൻ വേണ്ടിയാണ് മനുഷ്യപുത്രം വന്നത്. ഒരേ സമയത്ത് യേശുവിൻ്റെ ആ ഒരു ഡിവിനിറ്റിയും ഒരേ സമയത്ത് യേശുവിൻ്റെ മാനുഷിക സ്വഭാവവും കൂടി ഇങ്ങനെ ബ്ലെൻഡ് ആകുന്നൊരു പദത്തിൻ്റെ പേരാണ് മനുഷ്യപുത്രൻ. സോറി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും മാജിക് വേർഡാണ്. സോറി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഞാൻ തെറ്റിയെന്നുള്ളതല്ല. എനിക്ക് ഈ ബന്ധം സസ്റ്റെയിൻ ചെയ്യാനായിട്ട്, നിലനിർത്താനായിട്ട് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ടെന്ന് പറയുന്ന വാക്കാണ് ഈ സോറി എന്നൊക്കെ പറയുന്നത്. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. നോമ്പുകാലമൊക്കെ തീർന്നു. കഷ്ടിച്ചിനി ഒരാഴ്ച കൂടിയുള്ളൂ. അടുത്ത വെള്ളി ദുഃഖവെള്ളിയാണ്. കൂടുതലും ശ്രദ്ധിച്ചത് വായനയിലാണ്. വായനയിൽ തന്നെ ഈ ഹജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റാണ് പ്രാധാന്യം കൊടുത്തത്. എല്ലാ ആശ്രമങ്ങളിലും മഠങ്ങളിലും സെമിനാറുകളിലുമൊക്കെ ലൈബ്രറിയിൽ ഒരു വലിയൊരു ഷെൽഫ് അങ്ങനെയാണ് ശീർഷകം ചെയ്തിരിക്കുന്നത്. വിസ്തരുടെ ജീവിതത്തിന് വിളിക്കുന്ന വാക്കാണ് ഈ ഹജിയോഗ്രഫി എന്ന് പറയുന്നത്. സെറ്റപ്പാട്ടെന്നൊക്കെ അർത്ഥം കൂടി അതിൻ്റെ മൂലപദത്തിലുണ്ട്. ഇങ്ങനെ മാറി നിൽക്കാനായിട്ട് ധൈര്യപ്പെട്ട ശ്രദ്ധിച്ച മനുഷ്യരാണ്. സയൻസ് അതാണ്. ഇങ്ങനെ ഏതൊരു കാലത്തെയും മാറി നടക്കുന്ന മനുഷ്യരുടെ പേരാണ് വിസ്തർ എന്ന് പറയുന്നത്. ആദിമ സഭയൊക്കെ അവരെ തന്നെ വിളിക്കാനായിട്ട് ഉപയോഗിച്ച ജനറിക് വേർഡായിരുന്നു വിസ്തർ. ക്രിസ്ത്യൻസ് ചൂസ് ടു അഡ്രസ് ദംസെൽഫ് ആസ് സെയിൻസ്. ഒരു സഭ വേറൊരു സഭയ്ക്ക് കത്തെഴുതുമ്പോൾ അത് തുടങ്ങുന്ന ഇങ്ങനെയാണ്: ഇന്നിടത്തെ വിസ്തര അഭിവാദ്യം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ കണക്ക് അത് പൊതുവായ പദമായിരുന്നു. പിന്നീട് അത്തരം ചില കാര്യങ്ങളിലൊക്കെ ഏകാഗ്രത നഷ്ടമായിട്ടുണ്ടാവും. അത് കുറച്ചു പേരിലേക്ക് അതിങ്ങനെ ചുരുങ്ങിപ്പോയി. ഈ മരുഭൂമിയിൽ സന്യാസികളൊക്കെ വല്ലാത്ത വായനാനുഭവം തരുന്ന ഒരു ഭാഗമാണ്. ഇങ്ങനെ മോങ്സ്, ഇങ്ങനെ ഹെർമിറ്റ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അതിലേക്ക് പലതരം വായനകളുണ്ട്, പലതരം നരേറ്റീവ്സ് ഉണ്ട്. എനിക്ക് ഹൃദ്യമായി തോന്നിയൊരു നരേറ്റീവ് എന്ന് പറയുന്നത് ഈ മാട്ടിടത്തെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മരുഭൂമിയിലെ സന്യാസിയുത ആരംഭിച്ചെന്നാണ് പറയുന്നത്. കാരണം ഒരു 3 നൂറ്റാണ്ടോളമെങ്കിലും ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് രക്തസാക്ഷിയാവുക എന്നുള്ള ഒരു വളരെ ബോൾഡായ മനുഷ്യരായിരുന്നു. നടപടി പുസ്തകത്തിൽ 2 അപ്പോസ്തലന്മാരുടെ ബോൾഡ്നെസ് കണ്ടിട്ടാണ് അവരിങ്ങനെ യേശുവിനോടൊപ്പം ഉള്ളതാണെന്നൊക്കെ അക്കാലത്തെ അധികാരികൾക്ക് പിടുത്തം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ബോൾഡ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നിനകത്തുനിന്ന് വഴുതി പോകാതെയും പലതിനെയും കൺഫ്രണ്ടും ഒക്കെ ചെയ്ത് മാറ്റണം ഒരു നിത്യസംഭവമായിരുന്നു, രക്തസാക്ഷി നിത്യസംഭവമായിരുന്നു. എന്നാൽ ഒരു 3-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി ഇങ്ങനെ അധികാരങ്ങൾ തന്നെ ക്രിസ്ത്യാനിറ്റിയോട് സമരസപ്പെടുകയും ഈ പ്രത്യേക ജീവിതം വളരെ നോർമലായി മാറുകയൊക്കെ ചെയ്തു. അപ്പം തങ്ങൾ കാംക്ഷിച്ച അത്തരം ഇങ്ങനെ ചലഞ്ചിങ് അല്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തിന് അവർ പകരം കണ്ടെത്തിയ രീതി എന്ന് പറയുന്ന മരുഭൂമിയിലേക്ക് പോവുകയാണ്. അവിടുത്തെ എല്ലാത്തരം ഋതുക്കളിലൂടെയും കടന്നു. മരുഭൂമിയിൽ നമുക്കറിയാം ഋതുക്കളൊക്കെ എക്സ്ട്രീമാണ്. തണുപ്പായാലും മഞ്ഞായാലും വെയിലായാലും അത്തരം അനുഭവങ്ങൾ കടന്നു പോവുക, അതിൻ്റെ ക്ലേശങ്ങളിലൂടെ കടന്നു പോവുക, സ്വയം ഭരിച്ച ഏകാന്തത, ഏറ്റവും കുറഞ്ഞ കാര്യങ്ങളിലുള്ള ഫ്രൂഗലായിട്ടുള്ള ജീവിതം, ഇങ്ങനെ ജീവിതം തന്നെ ഒരു തരം രക്തസാക്ഷിത്വമായിട്ട് ചോര പൊടിയാത്ത ധവള രക്തസാക്ഷിത്വമാക്കി മാറ്റിയതിൻ്റെ ഒരു കഥയാണ് ഈ മരുഭൂമിയിലെ സന്യാസിയുള്ളത്. എന്നിട്ടും ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഈ മരുഭൂമിയിലെ മനുഷ്യരെ തങ്ങൾ ഉപേക്ഷിച്ച് അതേ നഗരത്തിലേക്ക് വന്നു. അതിനകത്ത് എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നിയ 2 പേരെ ഒന്ന് പറയണമെന്ന് തോന്നി. ഒന്നിങ്ങനെ ടെലമാക്കൂസ് എന്ന് പറയുന്ന ഒരാളാണ്. ആ പദം ഒഡീസിയൊക്കെ വായിച്ചുള്ളവർക്ക് അറിയാൻ പറ്റും. അതിനകത്തെ ചെറുപ്പക്കാരൻ്റെ പേരാണ്. ഇങ്ങനെ അപ്പനെ അന്വേഷിച്ച് പോകുന്ന ചെറുപ്പക്കാരൻ്റെ പേരാണ്. എനിക്ക് ഒരു 4ഓളം അതിൻ്റെ ഒരു പോർഷൻ ഇയാളെ ആധാരമാക്കി ടെലമാക്കൂസിന്. അതേ സ്പെല്ലിങ് തന്നെ. പക്ഷേ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലവും പേരിൻ്റെയൊക്കെ പശ്ചാത്തലവും ഒക്കെ ഒരേ സംസ്കാരമായിരിക്കാം. ഇങ്ങനെ മരുഭൂമിയിൽ ഇങ്ങനെ ചെറിയ പ്രായം തൊട്ടേ പാർക്കുന്ന ഈ ഒരു മങ്ക്, ഈ ഒരു ഹെർമിറ്റ് സന്യാസി, അയാൾ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ നഗരത്തിലേക്ക് വരിക. നഗരം ഇങ്ങനെ റോമാ നഗരം ക്രിസ്തുവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോലും അത് അതിൻ്റെ പഴയ ശീലങ്ങൾക്കകത്തുനിന്നും പുറത്ത് കടന്നിട്ടില്ല, അതിൻ്റെ വിനോദങ്ങൾക്കകത്തുനിന്ന് പുറത്ത് കടന്നിട്ടില്ല. അയാൾ വരുമ്പോൾ
ഇങ്ങനെ കൊളോസ്യത്തിൽ ഇവരുടെ വിനോദം നടക്കുകയാണ്. അതിങ്ങനെ ഗ്ലാഡിയേറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഭവമുണ്ട്, മല്ലയുദ്ധ വാളുകൊണ്ടോ ഒക്കെ ആയിട്ടുള്ള പരിചയം. ഒരാൾ മരിച്ചു വീഴുവോളം ഈ ഒരു മത്സരം തുടരും. ചോര വീഴുന്ന മത്സരങ്ങളാണ്. ആൾക്കൂട്ടം മുഴുവൻ ഇങ്ങനെ ഈ പറയുന്ന കൊളോസ്യത്തിൽ ഇങ്ങനെ ഉണ്ട്. നഗരം മുഴുവനുണ്ട്. നഗരത്തിൻ്റെ നമ്മൾ പറയുന്നൊരു മൃഗാവിനോദം എന്നൊക്കെ പറയുന്ന ഒന്നാണ്. അപ്പം അതിൽ ഈ മനുഷ്യൻ ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കുകയാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇങ്ങനെ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടി ഒരാൾ നിലത്ത് വീഴും, മരിച്ചു വീഴുമെന്നൊക്കെ തോന്നുന്ന നിമിഷത്തിൽ ഈ മനുഷ്യൻ താഴേക്ക് ഓടി വന്നിട്ട് ഇവരെ നടുക്ക് നിൽക്കുക. എന്നിട്ട് കൈവിരിച്ചിട്ട് ഇങ്ങനെ നിലവിളിക്കുകയാണ്, ഫോർ ക്രൈസ്റ്റ് സേക്ക്, ക്രിസ്തുവിനെ പ്രതി ഈ ഒരു ചോര വീഴുതൽ അവസാനിപ്പിക്കുക. തങ്ങളുടെ ഒരു വിനോദത്തെ മുടക്കാൻ വന്ന അരസികനായ ഒരു മനുഷ്യനായിട്ട് ആൾക്കൂട്ടത്തിന് ഇവരെ തോന്നുകയും പല വായനകളുണ്ട്, പല നെറേറ്റീവ്സ് ഉണ്ട്. അതിലൊന്ന് പറയുന്നത് ഇവരിലൊരാൾ തന്നെ ഇയാളെ എന്ത് ചെയ്യുന്നുണ്ട്, കൊലപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. ആൾക്കൂട്ടം കല്ലെറിഞ്ഞെന്ന് പറയുന്നുണ്ട്. ഇയാളെ പിടിച്ചുകൊണ്ട് വന്ന് ഭരണകൂടം ഇങ്ങനെ കൊലയ്ക്ക് വിധിച്ചു എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അതിനൊരു നാടകീയ മുഹൂർത്തം എന്ന് പറയുന്നത് ഈ ഒരു മധ്യത്തിൽ ഇയാൾ മരിച്ചു വീഴുക എന്നുള്ളത് തന്നെയാണ്. ഒരാൾ സാധുവായൊരു മനുഷ്യൻ, ഒന്നിനെയും വേദനിപ്പിക്കാത്തൊരു മനുഷ്യൻ, ചെറിയ പ്രായം തൊട്ടേ ഇങ്ങനെ മരുഭൂമിയുടെ ഈ ക്ലേശങ്ങളിലും അതിൻ്റെ ഈ പറയുന്ന ശുദ്ധിയിലുമൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യൻ ഇങ്ങനെ നിലത്ത് വീഴുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് ആൾക്കൂട്ടത്തിന് ആരവമൊക്കെ തീരുക. വലിയ കുറ്റബോധം അവരുടെ മീതെ വീഴുക. ആ കുറ്റബോധത്തിൽ നിന്ന് അന്നത്തെ ആ ഭരണകൂടം ഇങ്ങനെ പൂർണ്ണമായിട്ട് ഈ മല്ലയുദ്ധം റോമിൽ നിഷേധിക്കുക. അതോടുകൂടി റോമിന് ഇനി മല്ലയുദ്ധമില്ല. അപ്പോൾ ഒരാളിങ്ങനെ താൻ ഉപേക്ഷിച്ച് അതേ നഗരത്തിലോട്ട് വരുന്നു. മറ്റൊരാൾ ഇങ്ങനെ വിത്താലിസ് എന്ന് പറയുന്ന ഒരു പുണ്യവാനാണ്. 6-ാം നൂറ്റാണ്ടിൽ നിന്നാണ്. ഇയാളും ഇങ്ങനെ വളരെ കാലം മരുഭൂമിയിലായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഇയാൾ ഗസയിൽ, ഇപ്പോൾ പാലസ്തീനിലെ ഗസ, ഇപ്പോൾ നമ്മളൊക്കെ വളരെ വിഷമത്തോടെയൊക്കെ കേൾക്കുന്ന ആ വാക്കുണ്ടല്ലോ ഗസ, ആ ഗസയിലേക്ക് വരിക. അത് വലിയൊരു പട്ടണമായിരുന്നു. ആ പട്ടണത്തിൽ സന്യാസം ഉപേക്ഷിച്ച് തോന്നിക്കുന്ന ഈ മനുഷ്യൻ വന്നിട്ട് കൂലിപ്പണിയിൽ ഏർപ്പെടുക. അതിങ്ങനെ കഠിനമായിട്ട് ഒരുതരം വാശിയോടുകൂടി കൂലിപ്പണിയിൽ ഏർപ്പെടുകയാണ്. ഒരുതരം നിഷ്ഠയോടുകൂടി അയാൾ അതിൻ്റെ കൂലി വാങ്ങും. എന്നിട്ടോ ഈ പണി ചെയ്തുണ്ടാക്കുന്ന കൂലിയുമായിട്ട് ഇയാളെ പിന്നെ നമ്മൾ കാണുന്നത് ബ്രോത്തൽ, ഈ ഗണികാലയത്തിൻ്റെ ഒക്കെ ഇടനാഴികളിലാണ്. അക്കാലത്ത് അയാളോളം അപഹസിക്കപ്പെട്ടൊരു മനുഷ്യൻ വേറെയില്ല. ഒരിക്കൽ സന്യാസിയായിരുന്ന മനുഷ്യനാണ്, ഇപ്പോൾ ഈ ഗണികത്തെരുവിൽ നിൽക്കുകയാണ്. അയാൾ അങ്ങനെ ഏതാണ്ട് ഒരു 10 വർഷമൊക്കെ മുമ്പോട്ട് പോകുന്നു. ഒരു ദിവസം ഇതിൻ്റെ ഏതോ ഒരു ഗലിയിൽ വെച്ച്, ഏതോ ഒരു ഇടവഴി വെച്ച് അയാൾക്ക് കുത്തേൽക്കുകയാണ്. ആരാ കുത്തിയെന്നറിയാൻ പാടില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ അതൊക്കെ അന്ന് വളരെ സ്വാഭാവികമായിരുന്നു. ഒരു ജലസായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കാം ഇയാളുടെ മീതെ, അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തിപ്പുകാരനായിരിക്കാം, ആരുമാവട്ടെ. എന്തായാലും വല്ലാതെ കുത്തേറ്റ ഈ മനുഷ്യൻ തൻ്റെ കുടിസുമുറിലേക്ക് വരുന്നു. അയാൾക്കൊരു ഡോക്ടർ വിളിക്കാനായിട്ടുള്ള പണമില്ല, കൈവശം നാണയമില്ല. നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കണക്ക് അയാൾ ഈ നാണയങ്ങൾ മുഴുവൻ, തൻ്റെ സമ്പാദ്യം മുഴുവൻ ഇതിൻ്റെ ഇടനാഴികളിൽ ചെലവഴിച്ചിട്ടുണ്ടാകും. അയാൾ മരിച്ചു. ഇങ്ങനെ അപമാനിക്കപ്പെട്ട ഒരുവനായിട്ട് മരിച്ചു. ഇത്രയും അശ്രദ്ധമായിട്ട് ജീവിച്ച, ഇത്രയും വഴിതെറ്റി ജീവിച്ച മനുഷ്യൻ നിരക്കുന്ന മരണമെന്ന് ദേശം അയാളുടെ മരണത്തിന് മീതെ വിധി എഴുതി. പക്ഷേ ഈ മരണത്തോടുകൂടി ചില കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവുകയാണ്. അയാൾ മരിച്ച വാർത്ത അറിയുമ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ഓരോരോ സ്ത്രീകൾ വല്യവായിൽ നിലവിളിച്ചുകൊണ്ട് അയാളെ തേടി വരികയാണ്. ഇയാൾ ഒരു 10-12 വർഷം ചെയ്തുകൊണ്ടിരുന്ന ഒറ്റ കാര്യം മാത്രമായിരുന്നു, ഈ ഗണികാലയത്തിൽ എത്തിയിട്ട് അവിടെ പെട്ടുപോയ സ്ത്രീകൾക്ക് ഇങ്ങനെ അവർക്കുള്ള പണം കൊടുത്തിട്ട് അവരെ രാത്രി ഇയാൾ സ്വന്തമാക്കിയ. നെറ്റിലെ വിയർപ്പ് കൊണ്ട് അയാൾ വാങ്ങിയത് ഈ സ്ത്രീകളുടെ രാവുകളാണ്. എന്നിട്ട് അവരെത്തിയിരിക്കുന്ന ചില കാര്യങ്ങളുടെ ആ ബുദ്ധിമുട്ടിനെ കുറിച്ച്, പുറത്ത് കടക്കാനുള്ള വഴികളെക്കുറിച്ചൊക്കെ അയാൾ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവരിൽ പലരോടും അയാൾ പറഞ്ഞൊരു കാര്യം, വെറുതെ കിടന്നുറങ്ങാനാണ് പറയുന്നത്. ജീവിതത്തിൽ അത്തരമൊരു സൗഭാഗ്യം കിട്ടാത്ത സാധു സ്ത്രീകളാണ് അവർ. ഇതിനിടയിൽ ചിലരെ അയാൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് വലിയ തുക കൊടുക്കേണ്ടതായിട്ട് വന്നു.
ഡൗറി എന്നൊക്കെ പറയുന്നൊരു രീതി അന്നുണ്ടായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടി. അതൊക്കെ അയാൾ സ്വയം കണ്ടെത്തുകയാണ്. പലരെയും ഇയാൾക്ക് പരിചയമുള്ള വലിയ ഭവനങ്ങളിലെ ജോലിക്കാരാക്കി മാറ്റി. അങ്ങനെ അയാൾ ആ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന സ്ത്രീകളുടെ എണ്ണത്തിന് കണക്കില്ല. അവരെ ഇരുട്ടിൽ തെളിഞ്ഞ ഒരു ജാലകമായിരുന്നു ഈ മനുഷ്യൻ. അപ്പം എന്തിനാണ് ഇത്തരം മനുഷ്യരെ അപമാനത്തിലേക്ക്, തങ്ങൾ ഒരിക്കൽ ഉപേക്ഷിച്ച നഗരത്തിലേക്ക് വന്ന് ഇങ്ങനെ അപമാനിതരായിട്ടും അടിമുടി ചോര വാർന്നും ഒക്കെ കടന്നു പോകുന്നത്? ഇവരെയൊക്കെ പ്രചോദിപ്പിക്കുന്ന ഒരു അടിസ്ഥാന വാക്കുണ്ട്. അത് നമ്മൾ വായിച്ചെടുക്കുന്നത് ഇങ്ങനെ ലൂക്ക 19-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്കാണ്. സക്കവൂസിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. ആ കഥ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിന് ശേഖരിക്കാൻ വേണ്ടിയാണ്. അവർക്ക് പെട്ടെന്നൊരു ദിവസം ഈ പർപ്പസ് ഓഫ് ജീസസ് പിടുത്തം കിട്ടി. യേശു ഇത്രയും കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല വേറൊരിടത്തും തൻ്റെ വരവിൻ്റെ ലക്ഷ്യം പറയുന്നതായിട്ട്. ഈ നഷ്ടമായതിനെ ശേഖരിക്കാൻ വേണ്ടി, ചിതറിപ്പോയതിനെ വിളക്കിയെടുക്കാൻ വേണ്ടി, പൊട്ടിപ്പോയതിനെ വിളക്കിയെടുക്കാൻ വേണ്ടി, ചിതറിപ്പോയതിനെ ശേഖരിക്കാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നത്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് മരുഭൂമിയിലിരുന്ന് തപസ് ചെയ്ത മനുഷ്യർക്ക് മനസ്സിലായി, ഈ നഷ്ടപ്പെട്ടതിനെ ശേഖരിക്കണമെങ്കിൽ ഈ തപസ് മാത്രം പോരാ. ആ തെരുവിൻ്റെ ക്ലേശങ്ങളിലേക്ക് വരണം, അതിന് അനുദിന ജീവിതത്തിലേക്ക് വരണം. ലോകമെമ്പാടും വലിയ വ്യത്യാസം ഇങ്ങനെ ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ഡിബേറ്റഡായ ഒരു വിഷയമല്ല. എത്രയോ മനുഷ്യർ ഓരോരോ ദേശങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയി, തങ്ങളുടെ ദേശം വിട്ട്. അവരുടെയൊക്കെ ആ മുമ്പിലേക്ക് തെളിയുന്ന, അവരുടെ ആകാശത്ത് തെളിയുന്ന നക്ഷത്ര വാക്കാണത്, അടയാള വാക്കാണിത്. ഇങ്ങനെ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടതിനെ ശേഖരിക്കാൻ വേണ്ടിയാണ്. ആ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ സാധാരണ രീതിയിൽ കണക്കാക്കുന്ന ഹ്യൂമൻ എക്സിസ്റ്റൻസ് നിലയിൽ മാത്രമല്ല, അത് മനുഷ്യനെന്ന യാഥാർത്ഥ്യ നിലയിൽ മാത്രമല്ല. ഒരു 80 ഇടങ്ങളിലെങ്കിലും ആ വാക്ക് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് മനുഷ്യപുത്രൻ എന്നുള്ള. ഡാനിയലിൻ്റെ പ്രവാചനമാണ്. പഴയ നിയമത്തിലെ ഡാനിയലിൻ്റെ പുസ്തകമുണ്ട്. അതിനകത്ത് 7-ാം അധ്യായത്തിലെ 13-ാം വാക്കിൽ ഇങ്ങനെ ആകാശമേഘങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യപുത്രനെ കണക്ക് ഒരാൾ. ഒരേ സമയത്ത് യേശുവിൻ്റെ ആ ഒരു ഡിവിനിറ്റിയും ഒരേ സമയത്ത് യേശുവിൻ്റെ മാനുഷിക സ്വഭാവവും കൂടി ഇങ്ങനെ ബ്ലെൻഡ് ആകുന്നൊരു പദത്തിൻ്റെ പേരാണ് മനുഷ്യപുത്രൻ. പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് യേശുവിലാണ് നിങ്ങൾ ഏകാഗ്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എവിടൊക്കെയാണോ മനുഷ്യർ ചിതറിപ്പോകുന്നത് അവരെയൊക്കെ കണ്ടെത്തി ശേഖരിക്കുന്നതിനിടയിലാണ്. ഇപ്പം ഒരു കുഞ്ഞു ഉദാഹരണം എടുത്താൽ നമുക്ക് ഒരു പക്ഷേ ഇത് പിടുത്തം കിട്ടും. ഇപ്പം നേഴ്സിങ്, നമ്മുടെ കണക്കൊരു ദേശത്തെ ഏതെങ്കിലുമൊക്കെ ഒരു ഭൗതിക സുരക്ഷത്തിൽ എത്തിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരിയറായി മാറിയത് നേഴ്സിങ്ങാണ്. പക്ഷെ ഒരു കാലത്ത് ഇതിന് ആവശ്യമുള്ളൊരു സ്വീകാര്യത ഇവിടെ ഇല്ലായിരുന്നു. വിശേഷിച്ചും പല തട്ടുകളായിട്ട് തിരിഞ്ഞിരിക്കുന്ന നമ്മുടെ ഒരു സാമൂഹിക ഘടനയിൽ അതിങ്ങനെ താഴെ തട്ടിലുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള തൊഴിലായിട്ട് ഗണിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ മീതെ വീണ്ടിരിക്കുന്ന ഒരു സ്റ്റിഗ്മയോ ടാബു ഒക്കെ ഉണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടി അന്നത്തെ രാജാവ്, കൊല്ലത്തെ ബിഷപ്പായിരുന്ന അലോഷ്യസ് ബെൻസിയർ എന്ന് പറയുന്ന വിദേശിയായ മിഷണറിയായ വിസ്റ്റൻ എന്നൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യ വിളിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തിയെ ബിഷപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനെ ഒരു കൃത്യമായ മനുഷ്യൻ്റെ പരിചരണം, മനുഷ്യൻ രോഗി പരിചരണം എന്ന് പറയുന്നത് കൃത്യമായൊരു പ്രൊഫഷണലായ ഒരു കാര്യമാക്കി മാറ്റാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ബിഷപ്പും രാജാവും കൂടി തീരുമാനിച്ച ഒരു കാര്യം ഇതാണ്: വിദേശത്തുനിന്ന് ഇങ്ങനെ കന്യാസ്ത്രീകളെ കൊണ്ടുവരിക. വിദേശ വനിതകൾ വന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ ഒരുപക്ഷെ ഇതിന് കുറെ കൂടി ഒരു സാമൂഹ്യ ഘടനയിൽ കുറെ കൂടി മതിപ്പുണ്ടാവും. അങ്ങനെ 5ഓളം സിസ്റ്റേഴ്സാണ് ഈ പറയുന്ന സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നത്. ഒരു 5 പേരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ദേശത്ത് തന്നെ നമ്മുടെ ഈ പൊരുമണലിലൊക്കെ തന്നെ അടക്കം ചെയ്തിട്ടുണ്ട്. ഒരുവിന് തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. വസ്തുത നേഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു പുതിയൊരു തൊഴിൽ രീതി, പുതിയൊരു സേവന ബന്ധാവ്, അതിൻ്റെ പൈനിയേഴ്സ് എന്ന് പറയുന്നത് ഇവരാണ്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ആയിട്ട് നമ്മൾ കരുതുന്ന ഒന്നാണ് സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെയൊക്കെ ഒരു പ്രകൃതിയുടെ സൗഭാഗ്യവും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു തണുപ്പുമൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്തിനാണ് ഈ പൊള്ളുന്ന വേനലിലേക്കും നമ്മുടെ കരിമണലിലേക്കും പൊരുമണലിലേക്കും ഒക്കെ ഇവർ വരുന്നത്? ഒക്കെ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇങ്ങനെ മനുഷ്യപുത്രം വന്നിരിക്കുന്നത് ശേഖരിക്കാൻ വേണ്ടിയാണ്. എല്ലാത്തരം കാര്യങ്ങളും ശേഖരിക്കുക. നഷ്ടപ്പെട്ടു പോയ ആത്മാഭിമാനത്തെ ശേഖരിക്കുക, നഷ്ടപ്പെട്ടു പോയ മതിപ്പിനെ ശേഖരിക്കുക, കളഞ്ഞുപോയ ശുദ്ധികളെ ശേഖരിക്കുക.
യു ആർ ഹിയർ ടു. ഇതാണ് ഏതെങ്കിലും തരത്തിൽ ഒരു ക്രിസ്താനുഭവത്തിലേക്ക് എത്തി വന്ന മനുഷ്യൻ്റെ പർപ്പസ് ഓഫ് ലൈഫ്. അയാളുടെ പരിസരത്തിലുള്ള കാര്യങ്ങളിൽ ഈ ചെതറിപ്പോയതിനെയൊക്കെ ശേഖരിക്കുക. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ജ്ഞാനികൾ എന്തിനാണ് ഹെറോദോസിനെ സന്ദർശിച്ചെന്ന് പറയുന്ന ആ ഭാഗം വായിച്ചു. വാസ്തവത്തിൽ അവർക്ക് ഹെറോദോസിന്റെ കൊട്ടാരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഒരു നക്ഷത്രം അവരെ വഴിതെളിച്ചുകൊണ്ട് പോവുകയാണ്. ആ നക്ഷത്രം കാട്ടിയ വഴികളിലൂടെ അവർക്ക് പോയാൽ മതി. എന്നിട്ടും ദൈവം അവരെ പ്രേരിപ്പിക്കുന്നത്, ദൈവം അവരെ കൊണ്ട് എത്തിക്കുന്നത് അക്കാലത്തെ ഏറ്റവും കഠിനഹൃദയനായ പഴയ നിയമത്തിലെ ഫറവോയെ കണക്ക് ഓരോ നിമിഷവും ഹൃദയ കഠിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ മുമ്പിലാണ്. അത് വാസ്തവത്തിൽ യേശുവിൻ്റെ മിഷൻ്റെ ആരംഭം എന്നാണ് ആ പുസ്തകത്തിൽ എഴുത്തുകാരൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ആ ദേശത്തെ ഏറ്റവും കഠിനഹൃദയനായ ഒരു മനുഷ്യനെ തേടിയാണ് ഇത് ആരംഭിക്കുന്നത്. അയാൾക്കുള്ള ഇൻവിറ്റേഷനാണ് അത്. അയാളെ ജ്ഞാനികൾ വിളിക്കുന്നത്, ഇതാ ഒരു രക്ഷകൻ പറഞ്ഞിട്ടുണ്ട്, ആ രക്ഷകനെ കാണാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന ഇടത്തേക്ക് പോയിക്കൂടാ. അയാൾ പക്ഷേ അതിന് തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല, അയാളുടെ ഹൃദയം കഠിനമാക്കുകയും ഈ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ കൂട്ടഭരണത്തിലൊക്കെ ഇത് കലാശിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കൊട്ടുകയാണ്. അകത്തുനിന്ന് തഴുതിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യരെ പോലും വിട്ടുകളയാനായിട്ട് വേദപുസ്തക ഭാവനയ്ക്കാവില്ല. അവരിങ്ങനെ നിരന്തരം കൊട്ടിക്കൊണ്ടേയിരിക്കും. അവരവരുടെ ആ വിധി എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ തിരഞ്ഞെടുക്കുന്നുണ്ടാവും. പക്ഷെ അതോളം ഈ കൊട്ടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടാണ്. അങ്ങനെ അടഞ്ഞ ഒരു വാതിൽ കൊട്ടിക്കൊണ്ട് അടഞ്ഞൊരു മനുഷ്യനെ ശേഖരിക്കാൻ ആരംഭിച്ചുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. അതിൻ്റെ ദൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ എക്സൈറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് ഒരു ഹൃദ്യമായൊരു വിചാരമാണ്. ഒക്കെ പുതിയ നിയമം എന്ന് പറയുന്നത് തന്നെ അതിനു വേണ്ടി തന്നെയാണ്, ഈ നഷ്ടപ്പെട്ടതിനെ ശേഖരിക്കുക എന്നുള്ളത്. ഉടനീളം യേശു അതിനൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് ആ വാക്ക്. ചിലപ്പോൾ നമുക്ക് തോന്നും ഈ 99 ആടുകളെ വിട്ടിട്ട് ഒരാടിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെയൊക്കെ ഒരു സംഗതി, അതിൻ്റെ എന്താ അതിൻ്റെ ഒരു പ്രസക്തി? അതിനെ ഇങ്ങനെ നമുക്ക് കണ്ടില്ലെന്ന് അടിച്ചൂടെ? അത് വളരെ എളുപ്പമാണ്. പക്ഷെ അത് നിങ്ങൾക്ക് എളുപ്പമാകുന്നത് നിങ്ങൾ ഈ 99 ആടിൽ പെട്ടതുകൊണ്ടാണ്. ഒരു ദിവസം നിങ്ങൾ നഷ്ടപ്പെട്ട ആടാണെന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ പറഞ്ഞ ഒരാടിൻ്റെ മൂല്യം. അണ്ടിൽ യു യുവർ സെൽഫ് ഈസ് ബീങ് ലോസ്റ്റ്. നമുക്ക് നഷ്ടമാകുന്ന ദിവസം മാത്രമാണ് നമ്മൾ വിചാരിക്കും, ദൈവമേ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ, ദൈവമേ ആരെങ്കിലും തപ്പി വന്നിരുന്നെങ്കിൽ. ഇപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു പള്ളിയുണ്ട്, അർത്തങ്കൽ പള്ളി എന്നും പറഞ്ഞുകൊണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഏറ്റവും ഒരു പഴക്കമുള്ളൊരു ഓർമ്മയെന്ന് പറയുന്നത്, അപ്പം ഞങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ഇങ്ങനെ പള്ളി കൊണ്ടുപോകും. ഇങ്ങനെ ലിറ്ററലി ഇങ്ങനെ മനുഷ്യരുടെ ഒരു ഇങ്ങനെ അത്രയും വലിയ ആൾക്കൂട്ടമാണ്. ഇപ്പം പള്ളിമുറ്റത്ത് നിൽക്കുമ്പോഴേക്കും അപ്പൻ്റെ കൂടെ പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് പരിചയമുള്ളൊരു വീട്ടിലൊരു സ്ത്രീ തൊട്ടടുത്തുള്ള സ്കൂൾ കെട്ടിടത്തിൽ ഇരിപ്പുണ്ട്. ചെല്ലുമ്പോൾ നമുക്കറിയാവുന്നൊരു വീടാണ്, അയൽവക്കം തന്നെയാണ്, സ്വന്തമായിട്ടൊരു ക്ഷേത്രമൊക്കെ ഉള്ള വിധത്തിലുള്ളൊരു പഴയ തറവാട്ടിലൊരു സ്ത്രീയാണ്. അവരിങ്ങനെ ആരുടെ കൂടെ പോയി, എന്നിട്ട് കുറേ കാലം പാർത്തു. ഈ പള്ളിപ്പെരുന്നാളെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവളെ കൂടെ ആരാണ് പോയത്, അവളവിടെ ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ അപ്പം പറഞ്ഞു, ഇങ്ങനെ അന്ന് വളരെ കുറച്ച് ബസ്സൊക്കെ ഉള്ളൂ ആലപ്പുഴയിലേക്ക്, ഇത്ര മണിക്ക് ബസ്സുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു KSRTC റൂട്ടൊക്കെ ആ വഴി വരുന്നത്. അതിനകത്ത് പിന്നെ ബസ് നമുക്ക് പോകാം, ഇപ്പോൾ 9 മണിക്കോ 10 മണിക്കോ ബസ്സുണ്ട്, നമുക്ക് പോകാം. അപ്പോൾ ഈ സ്ത്രീ ഒന്നുകൂടി ചുരുണ്ടുകൂടി ഇരുന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ അങ്ങോട്ടും പോകുന്നില്ല, ആരെങ്കിലും എന്നെ തപ്പി വരാൻ നോക്കട്ടെ. ഇപ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു ഗുരുത്വം മനസ്സിലാകുന്നത്. അവരെ തപ്പി ആരെങ്കിലും വന്നിട്ടുണ്ടാവുമോ? നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ നഷ്ടമായി ഒരാടായിട്ട് നിങ്ങളെ പിടുത്തം കിട്ടുമ്പോഴാണ് ഈ തപ്പി വരുന്നതിൻ്റെയൊക്കെ ഒരു പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, അതിൻ്റെ ധ്വനികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നമുക്ക് അത് വെറുതെ സാരോപദേശ കഥ മാത്രമാണ്. നഷ്ടപ്പെട്ടതിനെ ശേഖരിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം അവസാനത്തോളം. ശിഷ്യരെയൊക്കെ അയക്കുമ്പോൾ എന്താ പറയുന്നത്, ഞാൻ നിങ്ങളെ അയക്കുന്നത് ചിതറിയ ഇസ്രയേലോട്ട്. നോക്കുമ്പോൾ വാസ്തവത്തിൽ അതിനുള്ളൊരു ഏറ്റവും നല്ലൊരു കാലമായിരുന്നു. ചിലരെ പോയി കണ്ടെത്തിയും ചിലരോട് മാപ്പ് പറഞ്ഞും ആ മാജിക് വേർഡ് പറഞ്ഞു. എന്താ സോറി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും മാജിക് വേർഡ്. സോറി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഞാൻ തെറ്റിയെന്നുള്ളതല്ല, എനിക്ക് ഈ ബന്ധം സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിലനിർത്താനായിട്ട് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ടെന്ന് പറയുന്ന വാക്കാണ് ഈ സോറി എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് അതുപോലും പറയാതെ ഒരു പക്ഷേ ഈ 50 ദിവസവും ഈ നോമ്പ് കാലം കടന്നു പോയിട്ടുണ്ടാവും. നഷ്ടപ്പെട്ടതിനെ ശേഖരിക്കുക. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, അഞ്ചപ്പത്തിൻ്റെയൊക്കെ കഥ.
എപ്പോഴൊക്കെയാണ് ഈ അപ്പം വർദ്ധിപ്പിക്കുന്നത്, അതിനൊക്കെ ശേഷം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ചെതറിക്കിടക്കുന്ന കഷ്ണങ്ങളെ ശേഖരിക്കുക. ഈ ലെഫ്റ്റ് ഓവർ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഒന്നും അവിടെ ഇട്ടിട്ട് പോരെന്നാ പറയുന്നത്. അത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ കുട്ടികളുടെ ഭാഷയിൽ ഈ ഭക്ഷ്യസുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി യേശു കരുതി വെക്കുന്നതെന്ന്? ഒന്നും ചിതറപ്പെടാനുള്ളതല്ല, എല്ലാം ശേഖരിക്കുകയാണ്. നമ്മുടെ പരിസരത്ത് ആരൊക്കെയാണ് ചിതറിപ്പോയത് അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് ഓർമ്മിച്ചാൽ നല്ലതാണ്. ചെറിയ ചെറിയ ശ്രമങ്ങൾ, ചെറിയ ചെറിയ കാൽച്ചുവടുകൾ അത്തരം ദിശയിൽ നടത്തിയാൽ നല്ലതാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ മടങ്ങിപ്പോകുമ്പോൾ യേശു അനുഭവിച്ചൊരു സമാധാനം നമുക്കും അനുഭവിക്കാൻ പറ്റൂ. അപ്പൻ എന്നെ ഏൽപ്പിച്ച ഒരാളെയും ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല. എത്ര പേരെ കൈവിട്ട്, എത്ര പേരിൽ നിന്നൊക്കെ അകന്നു പോയിട്ടാണ് ഓരോരുത്തരുടെയും കഥ അവസാനിക്കുന്നത്. ദൈവമേ, തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.